ഇതൊക്കെ ഓട്ടോമേഷൻ വേണ്ടതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് കൂടി ഇവിടെ നിന്ന് വാങ്ങാം. പുല്ല് വളരാതിരിക്കാനായിട്ട് 100 GSM-ന്റെ വീട് മാറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുറഞ്ഞ ചെലവിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ലാൻഡ്സ്കേപ്പ് ഇറിഗേഷനും ഇറിഗേഷൻ ഓട്ടോമേഷൻ എല്ലാം സബ്സിഡിയോട് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. വിദേശത്ത് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫൈ സ്വിച്ചാണിത്. വെള്ളം ഏറ്റവും കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് ഒരു കൃത്യതയോടെ നമുക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മൈക്രോ ഇറിഗേഷൻ. ഇത് വൈഫൈ സിസ്റ്റം ഉള്ള ഓട്ടോമാറ്റിക് ടാങ്ക് ലെവൽ കൺട്രോളറാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നവർക്ക് 55% വരെ മാക്സിമം സബ്സിഡി ഉണ്ട്. വിദേശത്തുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രായമായ കർഷകർക്കും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. 1.25 ഇഞ്ച് 25 മീറ്ററോളം നമുക്ക് കിട്ടുന്ന ഒരു റെയിൻ ഗണ്ണാണ്. 24/7 ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ടൈമറാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ദിവസം ഒരു 12-13 പ്രാവശ്യം നമുക്ക് ഓൺ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ തോട്ടം എങ്ങനെയാണെന്ന് നോക്കിയേ. ഈ ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ്. എന്നാലും കൃത്യമായ ഇടവേളകളിൽ ഈ ചെടികൾക്ക് വേണ്ട, ഈ കുരുമുളക് ചെടികൾക്ക് വേണ്ട വെള്ളമാവട്ടെ വളമാവട്ടെ എല്ലാം കൃത്യമായ ഇടവേളകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പോലും സഹായമില്ലാതെ ഈ ചെടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സംവിധാനമാണ് ഈ ഒരു തോട്ടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു തോട്ടം, ഇതുപോലെ പറഞ്ഞാൽ ഇതുപോലെ ഇറിഗേഷൻ, ഓട്ടോമാറ്റിക് ഇറിഗേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ കുറഞ്ഞ ചിലവിൽ സബ്സിഡിയോട് കൂടി നിങ്ങൾക്ക് ഇതുപോലൊരു തോട്ടം സെറ്റ് ചെയ്തെടുക്കാം, ഇറിഗേഷൻ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. ഈ ഡ്രിപ്പുകളൊന്ന് പരിചയപ്പെടുത്താമോ? ഇത് നമ്മളുടെ മിസ്റ്റാണ്. ചെറിയ നമ്മൾ കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഇത് ചെറിയ മൈക്രോ സ്പ്രിംഗ്ലർ. ഇത് PC ഡ്രിപ്പർ എന്ന് പറയും. ഓക്കെ. ഇത് 2 LPH ഡ്രിപ്പർ. ഇത് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പർ. ഇത് 6 mm മൈക്രോ സ്പ്രിംഗ്ലർ. ഇതേപോലെ 6 mm ആണ് കുറച്ചുകൂടി വെള്ളം കൂടുതൽ കിട്ടുന്നത്. ഇത് മൈക്രോ സ്പ്രിംഗ്ലറാണ്. ഓക്കെ. അപ്പോൾ ഇത് സാധാരണ നമ്മളെന്ന് പറഞ്ഞാൽ ഓരോ കൃഷിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. PC ഡ്രിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പർ എന്ന് പറയും. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രഷർ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന വെള്ളം സെയിം ആയിരിക്കും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടുതൽ വരും. ഓക്കെ, മനസ്സിലായി. ഇത് മൈക്രോ സ്പ്രിംഗ്ലറാണ്, 1/2 ഇഞ്ചിൻ്റെ. ഇത് നമുക്കൊരു 90 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഉള്ളത്. ഇത് 180 ഡിഗ്രി. ഇത് ബബിളർ. ഇത് വിംഗ്ലറാണ്. ഇത് പാർട്ട് സർക്കിൾ സ്പ്രിംഗ്ലറാണ്. ഇതെല്ലാം അറേഞ്ചാണ് വരുന്നത്. ഇത് നമ്മുടെ സോളാർ സിസ്റ്റം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് പോപ്പപ്പ് സ്പ്രിംഗ്ലർ. ഇത് 3/4 ഇഞ്ചിൻ്റെ സ്പ്രിംഗ്ലറാണ്. ഇത് ബ്രാസ്. ഇത് 1 ഇഞ്ചിൻ്റെ സ്പ്രിംഗ്ലറാണ്. അപ്പോൾ ഈ സ്പ്രിംഗ്ലറെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ക്രോപ്പിനാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. അതായത് നമ്മളിപ്പം ജാതി അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇടയിൽ വേറെ പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ റെയിൻ ഗണ്ണാണ്. ഇത് 1.25 ഇഞ്ച് 25 മീറ്ററോളം നമുക്ക് കിട്ടുന്ന ഒരു റെയിൻ ഗണ്ണാണ്. ഇതിന് ഏകദേശം ഒരു 2.5 കിലോഗ്രാം പ്രഷർ ഉണ്ടെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് അങ്ങനെയുള്ള കൃഷിക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം സ്പ്രിംഗ്ലർ വളരെ നല്ലതാണ്. ഇറിഗേഷൻ ഫീൽഡിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള, ഇറിഗേഷനെ കുറിച്ച് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന, പിന്നെ കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഇറിഗേഷൻ അത് ഏത് ടൈപ്പ് ആയാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ഉൾപ്പെടെ ഏത് ടൈപ്പ് നിങ്ങൾ ചോദിച്ചാലും ചെയ്തു തരാൻ കഴിയുന്ന JK എൻ്റർപ്രൈസിൻ്റെ ഓണർ നമ്മളിപ്പോൾ വീഡിയോ ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ രണ്ടാമത്തെ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. സാറിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഇറിഗേഷൻ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തത് അല്ലേ സാർ? ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് പോലും നമ്മുടെ കൃഷിസ്ഥലം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഓട്ടോമേഷൻ, ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കാനും പിന്നെ കൂടാതെ നമ്മുടെ പമ്പ് സെലക്ഷൻ അല്ലേ സാർ? ഇറിഗേഷൻ ആവശ്യമുള്ള പമ്പ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം, ഏതാണ് നമുക്ക് ഏത് പമ്പ് സെലക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സാർ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇതിനെക്കുറിച്ച് പറയാം അല്ലേ സാർ? നമുക്ക് ഫസ്റ്റ് ഓട്ടോമേഷൻ തന്നെ തുടങ്ങാം അല്ലേ സാർ? എന്താണ് ഓട്ടോമേഷൻ ഉദ്ദേശിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ ഇപ്പം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. എൻ്റെ പേര് കരുണാകരൻ. ഞാൻ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതുകൂടാതെ മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 30 വർഷം ഗവൺമെൻറ് സർവീസിലും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാക്കിയുള്ള പ്രൊജക്ട്സുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലും വിദേശത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇറിഗേഷൻ വർക്ക് തുടങ്ങിയത് ഇറിഗേഷൻ്റെ ഇത് തുടങ്ങിയത് 2013 മുതൽ ഇറിഗേഷൻ്റെ വർക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ബേസിക്കലി ഇറിഗേഷൻ ഓട്ടോമേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുന്നേ നമ്മൾ എന്താണ് ഇറിഗേഷൻ, മൈക്രോ ഇറിഗേഷൻ എന്നൊന്നും പറയുന്നതല്ലായിരിക്കും. മൈക്രോ ഇറിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കർഷകർക്ക് അവരുടെ ചെടികൾ നനയ്ക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വെള്ളം ഏറ്റവും കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് ഒരു കൃത്യതയോടെ നമുക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മൈക്രോ ഇറിഗേഷൻ. ഇതിനകത്ത് 2 തരം സിസ്റ്റമുണ്ട്.
ഒന്ന് ഡ്രിപ്പ് ഇറിഗേഷനും മറ്റൊന്ന് സ്പ്രിംഗ്ലർ ഇറിഗേഷനും. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് നമുക്ക് പൈപ്പ് കൊണ്ടുവന്നിട്ട് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ചെല്ലുന്നു. അപ്പം അതുവഴി നമുക്ക് വളവും കൂടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണെങ്കിൽ ഒരു മൾട്ടി ക്രോപ്സിന് വേണ്ടിയിട്ട് നമുക്ക് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഏരിയ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ മൈക്രോ ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ മാനുവലായിട്ടാണ് ആൾക്കാർ നനയ്ക്കുന്നത്. ഓരോ ദിവസവും പമ്പ് ചെന്നിട്ട് അവർ മോട്ടോർ ഓൺ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ടും അവർക്ക് സമയനഷ്ടം വരുന്നുണ്ട്. അതുകൂടാതെ വെള്ളത്തിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിസിറ്റി ധാരാളം ഉപയോഗം വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോമേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ അവർക്ക് കൃഷിസ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ദൂര സ്ഥലത്ത് വിദേശത്തുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രായമായ കർഷകർക്കും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പം ഈ നമ്മൾ സാധാരണഗതിയിൽ ഇറിഗേഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ പമ്പ് ഉണ്ടാവും, മെയിൻ ലൈൻ ഉണ്ടാവും, സബ് ലൈൻ ഉണ്ടാവും, ഫിൽറ്റർ ഉണ്ടാവും, വെഞ്ചുറി സിസ്റ്റം ഉണ്ടാവും, പിന്നെ ലാറ്ററൽ പൈപ്സ്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രിപ്പർ, സ്പ്രിംഗ്ലർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഇറിഗേഷനകത്ത് ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈമർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം പലതരം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. അടുത്തായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടാപ്പ് ടൈമറാണ്. ഇത് സാധാരണഗതിയിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ത്രെഡ് ഉള്ളതാണ് വരാറ്. 2 AA ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടാപ്പ് ടൈമറാണ്. ഇതൊരു 15 അല്ലെങ്കിൽ ഒരു 20 ചെടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് വെക്കുന്ന ഇത് നനയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ദിവസം നനയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇത് പറ്റുന്നതാണിത്. മിസ്റ്റ് ടൈമറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ പോളി ഹൗസ് അല്ലെങ്കിൽ കോഴി ഫാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഹ്യൂമിഡിറ്റി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ത്രെഡിൽ അവൈലബിൾ ആണ്. 2 ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 5 സെക്കൻഡോ 10 സെക്കൻഡോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈം ഇൻ്റർവെൽസിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ പറ്റും. വിദേശത്ത് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫൈ സ്വിച്ചാണിത്. സാധാരണഗതിയിൽ നമുക്ക് മോട്ടറൊക്കെ ഓൺ ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇതൊരു സിമ്പിൾ ടൈമറാണ്. GIC എന്ന് പറഞ്ഞ കമ്പനിയുടെ 24/7 ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ടൈമറാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ദിവസം ഒരു 12-13 പ്രാവശ്യം നമുക്ക് ഓൺ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു ദിവസം നനയ്ക്കണ്ടെന്നുണ്ടെങ്കിലും ചെടി നനയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ഓഫ് ചെയ്യാനും പറ്റും. ഇതിൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യാവുന്ന പ്രൊവിഷനുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ GIC ടൈമർ ഉപയോഗിച്ചിട്ട് സെൻട്രിഫ്യൂഗൽ മോട്ടോർ ഓൺ ചെയ്യുന്നതിനുള്ള സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്ക് ഓട്ടോ മാനുവൽ സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ പവർ ഓൺ ഇൻഡിക്കേഷനുണ്ട്, പമ്പ് ഓൺ ഇൻഡിക്കേഷനുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഓട്ടോയിലും ഓൺ ചെയ്യാൻ പറ്റും, മാനുവലും ഓൺ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു GIC ടൈമർ, ഒരു കോണ്ടാക്ടർ, ഒരു MCB. അപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോണ്ടാക്ടർ പിടിച്ചിട്ട് മോട്ടറിൽ ആവശ്യമായിട്ടുള്ള പവർ മോട്ടറിന് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര സമയത്താണെങ്കിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഇതിന് സപ്ലൈ കിട്ടുന്നത്. ഇതൊരു സബ്മേഴ്സിബിൾ പമ്പിനുള്ള ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് പാനലാണ്. ഇതിനകത്തൊരു ഡിലേ ടൈമറും GIC ടൈമറും കപ്പാസിറ്ററും ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് മാനുവലായിട്ടും ഫങ്ഷൻ ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റമാണിത്. ഇത് വൈഫൈ സിസ്റ്റമുള്ള ഓട്ടോമാറ്റിക് ടാങ്ക് ലെവൽ കൺട്രോളറാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് മോട്ടർ ഓൺ ഓഫ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് 1 ഇഞ്ച് സോളിനോഡ് വാൽവിൽ വർക്ക് ചെയ്യുന്ന തരം ഒരു കൺട്രോളറാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർഹെഡ് ടാങ്ക് ഇറിഗേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് നമുക്ക് റെയിൻബേർഡ്, ഹണ്ടർ തുടങ്ങിയ കമ്പനികളിൽ ഈ സാധനം അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒരു വയറിംഗ് കണക്ഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സോളിനോഡ് വാൽവുകളാണ്. നമ്മൾ ഇറിഗേഷൻ ഓട്ടോമേഷൻ ചെയ്യുമ്പോഴത്തേക്കും പല സെക്ഷനായിട്ട് നമ്മൾ തിരിച്ച് നമുക്ക് നനയ്ക്കേണ്ട കേസ് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സെക്ഷനിലും നമ്മൾ ഓരോ സോളിനോഡ് വാൽവ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു 1 ഇഞ്ച് സോളിനോഡ് വാൽവാണ്. നമുക്ക് സോളിനോഡ് വാൽവുകൾ 1 ഇഞ്ചിലുണ്ട്, 1.5 ഇഞ്ചിലുണ്ട്, 2 ഇഞ്ച് അങ്ങനെയുള്ള സൈസുകളിലാണ് നമുക്ക് വരുന്നത്. ഇത് 24 വോൾട്ട് AC സപ്ലൈ വരുന്ന ഒരു സോളിനോഡ് വാൽവാണ്. നമുക്കിത് ഹണ്ടർ, റെയിൻബേർഡ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 1.5 ഇഞ്ചിൻ്റെ സോളിനോഡ് വാൽവാണ്. ഇത് ഹണ്ടർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സോളിനോഡ് വാൽവാണ്. നമുക്കിപ്പോൾ ഒരു 1 ഏക്കർ 2 ഏക്കറോളൊക്കെ ഉള്ള പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 1.5 ഇഞ്ചിൻ്റെയൊക്കെ സബ് ലൈനുകളായിട്ട് സെക്ഷൻ തിരിച്ച് നനയ്ക്കുന്ന സമയത്ത് നമ്മളിത് 1.5 ഇഞ്ചിൻ്റെ സോളിനോഡ് വാൽവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് 2 ഇഞ്ച് സോളിനോഡ് വാൽവ്. നമുക്ക് ഹയർ പൈപ്പ് സൈസ് വരുന്ന സമയത്ത് നമുക്ക് ഈ 2 ഇഞ്ചിൻ്റെ സോളിനോഡ് വാൽവുകൾ നമുക്ക് ഉപയോഗിച്ച്
നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇറിഗേഷൻ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ വളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെഞ്ചുറി സിസ്റ്റത്തിൻ്റെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ വെള്ളത്തിൻ്റെ കൂടെ വളം കയറ്റി വിടാനായിട്ട് നമുക്ക് ഈ വെഞ്ചുറി സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മാനുവൽ ലേബറിനെ നമുക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഈ മോട്ടോർ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ സാധനം ബക്കറ്റിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വളം കയറി വന്ന് നമ്മുടെ ലൈനിലൂടെ എല്ലാ ചെടികളുടെ ചോട്ടിലേക്കും വളം എത്തും. അടുത്തായിട്ട് നമുക്ക് മോട്ടറൈസ്ഡ് ആയിട്ട് വളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടറൈസ്ഡ് വെഞ്ചുറി സിസ്റ്റമാണിത്. നമ്മുടെ സുജയ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ഒരു വെഞ്ചുറി സിസ്റ്റമാണിത്. നമുക്കിത് പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഡ്രമ്മിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈനിലേക്ക് ഈ ഇതിനകത്ത് നിന്ന് മോട്ടർ വഴി സ്ലോ സ്പീഡിൽ വളം പമ്പ് ചെയ്ത് കയറി വരുന്നതായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഇറിഗേഷൻ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ഈ സോളിനോഡ് വാൽവ് അതുപോലെ തന്നെ കൺട്രോളറൊക്കെ ആവശ്യം വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള പമ്പ് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വരിക, അല്ലെങ്കിൽ കൂടുതൽ ഏരിയ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ ചെടികളുടെയും നമ്മളുടെ ആവശ്യമുള്ള വെള്ളം അനുസരിച്ച് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിലവിലിപ്പം മിക്കവാറും സൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പമ്പ് എക്സിസ്റ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ആ പമ്പ് കൊണ്ട് എല്ലാ കൃഷിയും ഒരേപോലെ നനയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ അത് പല സെക്ഷനായിട്ട് തിരിക്കും. അതായത് എത്ര സെക്ഷനുണ്ടോ അതനുസരിച്ച് നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യാനായിട്ട് സോളിനോഡ് വാൽവ് ഉപയോഗിക്കാവുന്നതാണ്. ആ സോളിനോഡ് വാൽവിനെ കൺട്രോൾ ചെയ്യാനായിട്ടും പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ പമ്പ് കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്നത്. അത്തരം ഒരു കൺട്രോളറാണ് നമ്മൾ ഇപ്പം അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ഹണ്ടർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 4 സ്റ്റേഷൻ കൺട്രോളറാണ്. ഇത് വെച്ച് നമുക്ക് മാനുവലായിട്ടും പമ്പ് ഓൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് പമ്പ് ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ആഡ് ചെയ്തിട്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് വിദേശത്ത് നിന്ന് പോലും നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു 8 സ്റ്റേഷൻ കൺട്രോളറാണ്. ഇത് റെയിൻബേർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ വൈഫൈ പെയർ ചെയ്തിട്ട് നമ്മുടെ കൃഷിസ്ഥലത്ത് ഒരു വൈഫൈ സിസ്റ്റം ഉണ്ടെങ്കിൽ അതുമായിട്ട് പെയർ ചെയ്ത് റെയിൻബേർഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ് ഓട്ടോമാറ്റിക് ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടർ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ഓൺ ചെയ്യാൻ കഴിയും. ഇത് റെയിൻബേർഡിൻ്റെ ഒരു 4 സ്റ്റേഷൻ കൺട്രോളറാണ്. ഇതിനകത്തേക്ക് നമുക്ക് വൈഫൈ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു അണ്ടർ വോൾട്ടേജ് ഓവർ വോൾട്ടേജ് റിലേ ആണ്. ഇത് പമ്പ് റിലേ ആണ്. ഇത് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ റിലേ ആണ്. അതായത് മോട്ടർ വെള്ളമില്ലാതെ ഓടുമ്പോൾ മോട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കറണ്ട് ട്രാൻസ്ഫോമർ. ഇതൊരു കോൺടാക്ടർ. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇൻകമിങ് സപ്ലൈയും ഔട്ട് ഗോയിങ് സപ്ലൈയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് എത്ര സോളിനോഡ് വാൽവ് ഉണ്ടോ അത്രയും സോളിനോഡ് വാൽവ് ഇവിടെ കണക്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ കണക്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിലെ ഈർപ്പം അനുസരിച്ചിട്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് സോയിൽ മോയ്സ്ചർ സെൻസർ ഇവിടെ കണക്ട് ചെയ്താൽ മതിയാവും. സാധാരണഗതിയിൽ നമ്മൾ കൃഷിസ്ഥലം നനയ്ക്കുന്നതിനായിട്ട് നമുക്ക് പമ്പ് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ കൃഷിസ്ഥലം കൂടുതൽ വലിപ്പം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പല സെക്ഷനായിട്ട് തിരിക്കാറുണ്ട്. ചില ഏരിയയിൽ സിംഗിൾ ഫേസ് സപ്ലൈ ആയിരിക്കും ഉണ്ടാവുക, ചില ഏരിയയിൽ 3 ഫേസ് സപ്ലൈ ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെ ആ രീതിയിൽ സെലക്ട് ചെയ്യണം. സബ്മേഴ്സിബിൾ ആണെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പമ്പിൻ്റെ ഹെഡ്, പമ്പിൻ്റെ ഡിസ്ചാർജ്, പമ്പിൻ്റെ കറണ്ട് കൺസംഷൻ. പിന്നെ കഴിവതും നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ഉള്ള പമ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന പമ്പുകൾ എന്ന് പറഞ്ഞാൽ കിർലോസ്കർ, ലൂബി, KSB അങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റാർ റേറ്റിങ്ങും ISA ഉള്ള പമ്പുകളാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് കിർലോസ്കർ കമ്പനിയുടെ ബോർവെൽ സബ്മേഴ്സിബിൾ 8 സ്റ്റേജ് സിംഗിൾ ഫേസ് പമ്പാണ്. ഇതിൻ്റെ ഔട്ടെന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. ഇതെവിടെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ചില ഏരിയകളിൽ ഹെഡ് കൂടുതലുള്ള സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. അതായത് കൂടുതൽ കയറ്റത്തിലേക്ക് നമുക്ക് വെള്ളം പമ്പ് ചെയ്യണം. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇത്തരം ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് വളരെയധികം എൻക്വയറി വരുന്നത് കൂടുതലും ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പാണ്. ഈ ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അത് മൾട്ടി സ്റ്റേജാണ്. 8 സ്റ്റേജ്, 20 സ്റ്റേജ് അങ്ങനെ പലതരത്തിൽ വരാറുണ്ട്. ഈ പമ്പ് ഹെഡ് കൂടുമ്പോഴത്തേക്കും വെള്ളം കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷൻ അത്യന്താപേക്ഷിതമാണ്. അപ്പം എത്ര സെക്ഷനായിട്ട് തിരിക്കണം അതെല്ലാം ഒരു നല്ല ഇറിഗേഷൻ ഡിസൈനിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറിഗേഷൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ട്
നിലവിൽ പമ്പ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു നല്ല ഡിസൈൻ ചെയ്ത് എങ്ങനെ അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ISA ഉള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടണമെങ്കിൽ പമ്പുകളിലാണെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് അല്ല ISA നിർബന്ധമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലകളിലാണ് ഇവിടുന്ന് നമ്മുടെ ഇറിഗേഷൻ അല്ലേ ഇറിഗേഷനൊക്കെ ചെയ്ത് കൊടുക്കാറ്. സാർ ഇതിന് സബ്സിഡി കിട്ടാറുണ്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ട്, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞ സ്കീം. ഈ സ്കീം പ്രകാരം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നവർക്ക് 55% വരെ മാക്സിമം സബ്സിഡി ഉണ്ട്. അത് ഓരോ കൃഷിക്കനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. കൃഷിയുടെ സ്പേസിങ് അതനുസരിച്ചിട്ടാണ് ഈ സബ്സിഡി എമൗണ്ട് വരുന്നത്. മോട്ടോർ വാങ്ങുന്നതിനും അതുപോലെ തന്നെ കുളം നിർമ്മിക്കുന്നതിനും ഓട്ടോമേഷനും എല്ലാം സബ്സിഡി ഉണ്ട്. മോട്ടറിന് ഏകദേശം ഒരു 15,000 രൂപ വരെ സബ്സിഡി ഉണ്ട്. അതുകൂടാതെ കുളം നിർമ്മിക്കുന്നതിനാണെങ്കിൽ ഒരു ക്യൂബിക് ഫീറ്റിന് 125 രൂപ വെച്ചിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർവെല്ലിനും ഉണ്ട് മറ്റേതിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇതിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടോമേഷന് നമുക്കൊരു ഹെക്ടറിന് ഏകദേശം 40,000 രൂപ സബ്സിഡി ഉണ്ട്. JK എൻ്റർപ്രൈസ് എന്ന നമ്മുടെ സ്ഥാപനം സുജയ് ഇറിഗേഷൻ്റെ ഓൾ കേരള ഡീലറാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുറഞ്ഞ ചിലവിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ലാൻഡ്സ്കേപ്പ് ഇറിഗേഷനും ഇറിഗേഷൻ ഓട്ടോമേഷൻ എല്ലാം സബ്സിഡിയോട് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ എൻക്വയറികൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വരുന്ന കാരണം നമുക്ക് എല്ലാ വർക്കുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അവിടെയുള്ള പ്ലംബർമാർ ആരെങ്കിലും നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവരെ ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ ചിലവിൽ സബ്സിഡി കൂടി ഇറിഗേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. ഞാൻ വീഡിയോയിൽ JK എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സബ്സിഡിയെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ ഏത് ടൈപ്പ് നമുക്ക് ചെയ്യണം, ഏത് ടൈപ്പ് ഇറിഗേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടോമേഷനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ കഴിയുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമാണ് JK എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം. എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ശരിയല്ലേ? കർഷകർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളകൾക്കിടയിൽ കാട് വളരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രിപ്പ് ലൈനുകളൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ മെഷീൻ വെച്ച് പുല്ല് വെട്ടുന്ന സമയത്ത് ഈ ലൈനുകളൊക്കെ മുറിഞ്ഞു പോകുന്നൊരു പ്രശ്നം എപ്പോഴും കർഷകർ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൾച്ചിങ് ഫിലിമുകളും വീഡ് മാറ്റുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ പല സൈസിലുള്ള മൾച്ചിങ് ഫിലിമുകളും വീഡ് മാറ്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ 15 മൈക്രോൺ തൊട്ടിട്ട് 30 മൈക്രോൺ വരെയുള്ള വീഡ് മാറ്റുകളും അത് പല സൈസിൽ ഇപ്പോൾ 1 മീറ്റർ തൊട്ടിട്ട് 1.2 മീറ്റർ വരെയുള്ള മൾച്ചിങ് ഫിലിമുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വീഡ് മാറ്റുകൾ നമുക്ക് 75 100 GSM-ൽ അവൈലബിൾ ആണ്. അത് 1 മീറ്റർ 2 മീറ്റർ ലെങ്ത്ത് വരുന്ന വീഡ് മാറ്റുകൾ, 50 മീറ്റേഴ്സ് 100 മീറ്റേഴ്സ് റോളുകൾ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിലുള്ള എൽദോസ് സാറിൻ്റെ പ്ലോട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഏകദേശം 600 കുരുമുളക് ചെടികൾ നമ്മൾ PVC പൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും നമ്മൾ JK എൻ്റർപ്രൈസാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാനായിട്ട് 2 ഇഞ്ച് HD പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് PN5 P80 ഗ്രേഡാണ്. അത് സ്റ്റാർട്ടർ ബുഷ് ഇട്ടിട്ടാണ് നമ്മൾ തുളച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ചെടികൾ മുകളിൽ നിന്ന് നനയ്ക്കാനായിട്ട് ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതും 2 ഇഞ്ച് ലൈനാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് പോയിട്ട് 1.25 ഇഞ്ച് GI പൈപ്പ് ഇട്ടിട്ട് മുകളിൽ സ്പ്രിംഗ്ലർ കൊടുത്തിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ നട്ട തൈയാണ് 2025. അപ്പം നമ്മൾ ഇതിനകത്ത് ഡ്രിപ്പ് ഇറിഗേഷനും വെഞ്ചുറി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വളം പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ട് കുമ്പക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഇത് ഏകദേശം ഒരു 6 മാസമായപ്പോഴത്തേക്കും തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പുല്ല് വളരാതിരിക്കാനായിട്ട് 100 GSM-ൻ്റെ വീട് മാറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതുമൂലം അവർക്ക് കൂലിച്ചെലവ് ഒത്തിരി ലാഭം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കാട് വെട്ടുമ്പോൾ LLDP അതുപോലെയുള്ള സാധനങ്ങൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. ഇത് 3 ഫേസ് എക്സിസ്റ്റിംഗ് മോട്ടറാണ്. ആ മോട്ടറിൻ്റെ ഔട്ടർ 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് ലൈൻ വന്നിട്ട് ഒരു നോൺ റിട്ടേൺ വാൽവ് വരും. നോൺ റിട്ടേൺ വാൽവ്, പിന്നെ നമ്മൾ വളം കൊടുക്കാനായിട്ട് വെഞ്ചുറി സിസ്റ്റം, പിന്നെ എയർ റിലീസ് വാൽവ്, സ്ക്രീൻ ഫിൽറ്റർ, പ്രഷർ ഗേജ്, പിന്നെ ഇത് ഇതൊക്കെ ഡ്രെയിൻ ചെയ്യാനുള്ള ഉള്ള സംവിധാനമാണ് ഫിൽറ്ററിൻ്റെ. ഇത് പ്രഷർ റിലീസ് വാൽവ് എന്ന് പറയും. ഈ ലൈനിലെ പ്രഷർ കൂടി കഴിഞ്ഞാൽ അത് ലൈൻ പൊട്ടാതിരിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് പ്രഷർ റിലീസ് വാൽവ്. സാധാരണ ഗതിയിൽ ഒരു 4.5 കിലോഗ്രാം പ്രഷറാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിന് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിലീസായിട്ട് ലൈനിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് എയർ റിലീസ് വാൽവാണ്. ലൈനിലുള്ള എയർ റിലീസ് ചെയ്ത് കളയാനാണ്. ഇത് 2 സെക്ഷനായിട്ടാണ് പോയിരിക്കുന്നത്. അതായത് ഒരെണ്ണം നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനും ഒരെണ്ണം നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷനും. ഇതിൻ്റെ ഉടമസ്ഥൻ
സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഇറിഗേഷൻ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത് GIC ടൈമർ ഉപയോഗിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉള്ള സ്റ്റാർട്ടറിലേക്ക് നമ്മൾ GIC ടൈമർ കൊടുത്ത് ഒരു ദിവസം പല പ്രാവശ്യം നനയ്ക്കുന്നതിനുള്ള പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും നമുക്ക് നനയ്ക്കാൻ പറ്റും. GIC ടൈമറിൽ നമുക്ക് ഓട്ടോ മാനുവൽ പ്രൊവിഷനുണ്ട്. അതായത് നമുക്ക് ഒരു ദിവസം ഒരു 12 പ്രാവശ്യത്തോളം നമുക്ക് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. അതുകൂടാതെ മാനുവലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞ സ്വിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് അതാണ് പ്രോഗ്രാമിൽ മോഡിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡേ, അവർ, മിനിറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ട് ടൈമും റൺ ടൈമും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. അതുകൂടാതെ ഏതെങ്കിലും ദിവസം വേണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. കൂടാതെ ഇത് മാനുവലായിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മാനുവലായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഓൺ ചെയ്യണമെങ്കിലും ഓൺ ചെയ്യാൻ പറ്റും. ഇതൊരു L&Tയുടെ MK1 ഷാർട്ടറിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷാർട്ടറാണ്, 3 ഫേസ് ഷാർട്ടറാണ്.